പൗരാണിക ഭാരതത്തിലെ ശക്തിയും കാരുണ്യവും അഹങ്കാരവും അറിവുകേടും നിറഞ്ഞൊരു കഥയാണ് അന്തകാസുരൻ്റേത്. ശിവനും പാർവതിക്കും ജനിച്ച പുത്രനായിരുന്നിട്ടും അസുരനായി വളർന്ന് ഒടുവിൽ അച്ഛനമ്മമാരെ തിരിച്ചറിഞ്ഞ് മോക്ഷം നേടിയ ഒരുവന്റെ കഥ. കൈലാസ പർവ്വതത്തിൽ ഒരിക്കൽ ശിവനും പാർവതിയും തനിച്ചായിരിക്കുമ്പോൾ തമാശയ്ക്കായി പാർവതി ദേവി ഭഗവാന്റെ കണ്ണുകൾ തൻ്റെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. കോടിക്കണക്കിന് വർഷം നീണ്ടുനിന്ന തപസ്സിൽ നിന്നുണർന്ന ശിവന്റെ കണ്ണുകൾ മൂടിയപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായി. ഈ സമയത്ത് ശിവന്റെ നെറ്റിയിൽ നിന്ന് ഉതിർന്ന തീയുടെ ചൂടും പാർവതിയുടെ കയ്യിൽ നിന്നൊലിച്ചിറങ്ങിയ വിയർപ്പും ചേർന്ന് ഭയാനകമായ രൂപമുള്ള അന്ധനായൊരു ആൺകുഞ്ഞു പിറന്നു. തൻ്റെ കുഞ്ഞിനെ കണ്ടു ഭയന്ന പാർവതിയെ സമാധാനിപ്പിച്ച് ശിവൻ കുഞ്ഞിനെ സ്വീകരിച്ച് അന്തകൻ എന്ന് പേരിട്ടു. അതേസമയം അസുര രാജാവായ ഹിരണ്യാക്ഷൻ ഒരു പുത്രനു വേണ്ടി ശിവനെ പ്രീതിപ്പെടുത്താൻ കഠിനമായി തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ശിവൻ അന്തകനെ ഹിരണ്യാക്ഷന് മകനായി നൽകി. അങ്ങനെ അന്തകൻ അസുരലോകത്ത് വളർന്നു. തൻ്റെ സഹോദരന്മാരാൽ കളിയാക്കപ്പെട്ട അന്തകൻ ദുരിതത്തിലായിരുന്നു. ഇതവനെ കൂടുതൽ ശക്തി നേടാൻ പ്രേരിപ്പിച്ചു. കാടുകളിലേക്ക് പോയി 10,000 വർഷം ഒറ്റക്കാലിൽ നിന്ന് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ അന്തകൻ തപസ്സനുഷ്ഠിച്ചു. പ്രസാദിച്ച ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. തനിക്ക് മരണമില്ലാത്ത അവസ്ഥ നൽകണമെന്ന് അന്തകൻ ആവശ്യപ്പെട്ടു. എന്നാൽ അത് അസാധ്യമാണെന്ന് ബ്രഹ്മാവ് അറിയിച്ചു. പകരം അമ്മയെപ്പോലെ തനിക്ക് തോന്നുന്ന ഒരു സ്ത്രീയെ താൻ മോഹിച്ചാൽ മാത്രമേ തനിക്ക് മരണം സംഭവിക്കൂ എന്ന വരം അന്തകൻ നേടി. ഈ വരം അവനെ കൂടുതൽ അഹങ്കാരിയാക്കി. അന്തകൻ തൻ്റെ ശക്തി കൊണ്ട് 3 ലോകങ്ങളെയും കീഴടക്കി. നാഗങ്ങളെയും യക്ഷന്മാരെയും ദേവന്മാരെയും തോൽപ്പിച്ച് സ്വർഗലോകത്തിൻ്റെ അധിപനായി. തൻ്റെ ഭടന്മാരോട് തൻ്റെ കൊട്ടാരത്തിൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഭടന്മാർ കാടുകളിൽ തപസ്സനുഷ്ഠിക്കുന്ന ഒരു മുനിയുടെയും അദ്ദേഹത്തോടൊപ്പമുള്ള സുന്ദരിയായ സ്ത്രീയെയും കണ്ടു. അവർ അന്തകനെ ഈ വിവരം അറിയിച്ചു. ആ സ്ത്രീയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്താൽ അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഭടന്മാരോട് അന്തകൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ മുനി ശിവനും അദ്ദേഹത്തോടൊപ്പമുള്ള സ്ത്രീ സ്വന്തം അമ്മയായ പാർവതിയുമായിരുന്നു. ഇതറിയാതെ അന്തകൻ അവരെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഭടന്മാരെ അയച്ചു. എന്നാൽ ശിവൻ അവരെ തടഞ്ഞു. കോപാകുലനായ അന്തകൻ ശിവനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ഭീകരമായ യുദ്ധം നടന്നു. ശിവന്റെ ത്രിശൂലം അന്തകന്റെ ശരീരത്തിൽ തുളച്ചു കയറിയപ്പോൾ ഓരോ തുള്ളി രക്തം നിലത്ത് വീഴുമ്പോഴും പുതിയ അന്തകന്മാർ പിറന്നു. ആയിരക്കണക്കിന് അന്തകന്മാർ പെരുകി. ഇത് കണ്ട് ശിവൻ ഭദ്രകാളിയെയും മറ്റ് മാതൃദേവതകളെയും സൃഷ്ടിച്ച് അന്തകന്റെ ചോര തുള്ളി വീഴാതെ കുടിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു. ശിവൻ അന്തകനെ തൻ്റെ ത്രിശൂലത്തിൽ കുത്തി നിർത്തി ആകാശത്തേക്ക് ഉയർത്തി. 1000 വർഷം ശിവന്റെ ത്രിശൂലത്തിൽ കിടന്ന അന്തകൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി. ശിവനെയും പാർവതിയെയും തിരിച്ചറിഞ്ഞ് മാപ്പപേക്ഷിച്ചു. പശ്ചാത്താപം കണ്ടറിഞ്ഞ ശിവൻ അവനോട് ക്ഷമിക്കുകയും അവനെ തൻ്റെ ഭൂതഗണങ്ങളുടെ തലവനായി നിയമിക്കുകയും ചെയ്തു. അന്തകാസുരൻ പിന്നീട് ഭൃഗി എന്ന പേരിൽ ശിവഭക്തനായി അറിയപ്പെട്ടു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്കും ഒടുവിൽ മോക്ഷത്തിലേക്കും നടന്ന ഒരുവന്റെ കഥയാണ് അന്തകാസുരൻ്റേത്.